ഭാരതീയ ജ്യോതിഷപ്രകാരം നവഗ്രഹങ്ങൾ എന്നത് സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, രാഹു, കേതു എന്നീ 9 ആകാശഗോളങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഇവ ഓരോന്നും മനുഷ്യജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഓരോ ഗ്രഹവും മനുഷ്യജീവിതത്തിൽ നൽകുന്ന പ്രധാന സ്വാധീനങ്ങൾ താഴെ പറയുന്നവയാണ്. 1. സൂര്യൻ, ആത്മകാരകൻ. നവഗ്രഹങ്ങളുടെ രാജാവായി സൂര്യനെ കണക്കാക്കുന്നു. ഒരു വ്യക്തിയുടെ ആത്മവിശ്വാസം, ആരോഗ്യം, അധികാരം എന്നിവയെ സൂര്യൻ നിയന്ത്രിക്കുന്നു. സ്വാധീനം: പിതാവ്, ഭരണാധികാരം, സാമൂഹിക പദവി, ശാരീരിക കരുത്ത്. ശുഭഫലം: നേതൃഗുണം, പ്രശസ്തി, ദൃഢനിശ്ചയം. 2. ചന്ദ്രൻ, മനസ്സുകാരകൻ. മനുഷ്യന്റെ മനസ്സിനെയും വികാരങ്ങളെയും നിയന്ത്രിക്കുന്നത് ചന്ദ്രനാണ്. സ്വാധീനം: മാതാവ്, മാനസികാവസ്ഥ, ഭാവന, സമാധാനം. ശുഭഫലം: തെളിഞ്ഞ മനസ്സ്, സർഗാത്മകത, മാതൃവാത്സല്യം. 3. ചൊവ്വ, ഊർജ്ജകാരകൻ. ധൈര്യം, വീര്യം, ശാരീരിക ഊർജ്ജം എന്നിവയുടെ പ്രതീകമാണ് ചൊവ്വ. സ്വാധീനം: സഹോദരങ്ങൾ, ഭൂമി, ശത്രുവിജയം, സാങ്കേതികവിദ്യ. ശുഭഫലം: ആത്മവീര്യം, ലക്ഷ്യബോധം, സാഹസികത. 4. ബുധൻ, വിദ്യാകാരകൻ. ബുദ്ധിശക്തി, സംസാരശേഷി, വ്യാപാരം എന്നിവയെ ബുധൻ സ്വാധീനിക്കുന്നു. സ്വാധീനം: വിദ്യാഭ്യാസം, ഗണിതം, ആശയവിനിമയം, എഴുത്ത്. ശുഭഫലം: മികച്ച വാക്ചാതുരി, ബുദ്ധിപരമായ തീരുമാനങ്ങൾ. 5. വ്യാഴം, ഗുരു, ഭാഗ്യകാരകൻ. ഏറ്റവും ശുഭഗ്രഹമായി വ്യാഴത്തെ കരുതുന്നു. അറിവ്, സമ്പത്ത്, ഭാഗ്യം എന്നിവയുടെ ദേവനാണിത്. സ്വാധീനം: മക്കൾ, ഗുരുക്കന്മാർ, ധനസ്ഥിതി, ആത്മീയത. ശുഭഫലം: ഉന്നത വിദ്യാഭ്യാസം, സന്തോഷകരമായ കുടുംബജീവിതം, ഐശ്വര്യം. 6. ശുക്രൻ, സുഖകാരകൻ. പ്രേമം, ആഡംബരം, കലകൾ, ദാമ്പത്യം എന്നിവയെ ശുക്രൻ പ്രതിനിധീകരിക്കുന്നു. സ്വാധീനം: പങ്കാളി, വാഹനം, സംഗീതം, സൗന്ദര്യം. ശുഭഫലം: സുഖകരമായ ജീവിതം, കലാപരമായ കഴിവുകൾ. 7. ശനി, കർമ്മകാരകൻ. നീതിയുടെയും കർമ്മഫലത്തിന്റെയും ഗ്രഹമാണ് ശനി. അച്ചടക്കവും കഠിനാധ്വാനവും ശനി പഠിപ്പിക്കുന്നു. സ്വാധീനം: തൊഴിൽ, ആയുസ്സ്, അച്ചടക്കം, ദുഃഖം. ശുഭഫലം: ക്ഷമ, കഠിനാധ്വാനത്തിലൂടെയുള്ള വിജയം, ദീർഘായുസ്സ്. 8. രാഹു, നിഴൽഗ്രഹം. ഭൗതികമായ ആഗ്രഹങ്ങളെയും വിദേശബന്ധങ്ങളെയും രാഹു സൂചിപ്പിക്കുന്നു. സ്വാധീനം: ഭ്രമം, സാങ്കേതിക വളർച്ച, അപ്രതീക്ഷിത മാറ്റങ്ങൾ. സ്വാധീനം: രാഹു അനുകൂലമായാൽ വലിയ പ്രശസ്തിയും വിദേശയാത്രകളും ലഭിക്കാം. 9. കേതു, ആത്മീയഗ്രഹം. മോക്ഷം, ജ്ഞാനം, വൈരാഗ്യം എന്നിവയുടെ കാരകനാണ് കേതു. സ്വാധീനം: ആത്മീയജ്ഞാനം, ഏകാന്തത, പൂർവപുണ്യം. സ്വാധീനം: ലൗകിക സുഖങ്ങളെക്കാൾ ആത്മീയമായ ഉന്നതിക്ക് കേതു സഹായിക്കുന്നു. ഭാരതീയ വിശ്വാസമനുസരിച്ച് ഒരു വ്യക്തി ജനിക്കുന്ന സമയത്ത് ഈ ഗ്രഹങ്ങൾ നിൽക്കുന്ന സ്ഥാനങ്ങളാണ് ജാതകം അവരുടെ സ്വഭാവത്തെയും ജീവിതഗതിയെയും നിർണയിക്കുന്നത്. ഓരോ ഗ്രഹത്തിന്റെയും ഗുണദോഷങ്ങൾ തിരിച്ചറിഞ്ഞ് അവയ്ക്ക് ഉചിതമായ പരിഹാരങ്ങൾ ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ സന്തുലിതാവസ്ഥ കൈവരിക്കാൻ സാധിക്കുമെന്ന് ജ്യോതിശാസ്ത്രം വ്യക്തമാക്കുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായോ ഏതെങ്കിലും പ്രത്യേക ഗ്രഹത്തെക്കുറിച്ചോ അറിയണോ? പെട്ടുവെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുക. ഇതുപോലുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഈ കൂട്ടായ്മയിൽ വരിക്കാരാകുക. ഈ അറിവ് മറ്റുള്ളവരിലേക്കും പങ്കുവെക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുമല്ലോ.